ഹലോ കൂട്ടുകാരെ, ഇതെൻ്റെ ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പം ഇത് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലിൽ ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതെൻ്റെ ഒരു ഫസ്റ്റ് ടൈം ആയിട്ടുള്ളൊരു ലോങ് വീഡിയോ ആണ്. അപ്പം എൻ്റെ ചാനലിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ബനാന മിൽക്ക് ഷേക്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി വീഡിയോയിലോട്ട് പോകാം. നമുക്ക് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എന്താണ് ചെറിയ പഴമാണ് എടുത്തിരിക്കുന്നത്. രസകദളി പഴമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചെറിയ പഴമായതുകൊണ്ട് നമ്മളൊരു 4-5 എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിൽമയുടെ പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ച് പഞ്ചസാര. ഇപ്പോൾ ഹോർലിക്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഹോർലിക്സ് എടുക്കാം. ഞാനിപ്പം ചെറിയൊരു ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ബൂസ്റ്റാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വാനില എസൻസ്. അപ്പോൾ നമുക്ക് ഈ ചെറിയ പഴം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ അരിഞ്ഞിടാൻ പോവുകയാണ്. നമുക്കപ്പോൾ ബനാന നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിടാം. ഇപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ നമ്മൾ ബനാന ഷേക്ക് ചെയ്യുമ്പോൾ, നിങ്ങളുടെ നാട്ടിലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം നമ്മുടെ ഇവിടെ നമ്മൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന പാലുകളാണ് മിൽമയും മുരളിയൊക്കെ. അപ്പം ചില ആൾക്കാർ വീട്ടിൽ പാൽപ്പായസം വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ ഷേക്കുകളോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഈ കവറ് പാല് അവർ ചൂടാക്കി ഉപയോഗിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ കവറ് പാലുകൾ ചൂടാക്കി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ കവറ് പാലുകൾ പാസ്ചറൈസ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇതിനെ ചൂടാക്കി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാരണ കുടിക്കുമ്പോൾ പോലും ഇതിനെ ഒന്നും ചൂടാക്കാതെ അതേപടി പാല് ഉപയോഗിക്കണം എന്നാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ നമ്മളെല്ലാവരും നേരെ തിരിച്ചാണ് ചെയ്യാറുള്ളത്. പക്ഷെ മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന പാല് തന്നെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതിനുള്ള കാരണമെന്ന് വെച്ചാൽ ഈ 75 ഡിഗ്രി സെൽഷ്യസിൽ എന്തോ ആണ് ഈ പാലുകൾ അത് പാസ്ചറൈസ് ചെയ്യുന്നത്. ആ ഒരു ഡിഗ്രി ടെമ്പറേച്ചറിൽ നമ്മുടെ എന്തെങ്കിലും പാലിൽ എന്തെങ്കിലും ഒരു കീടാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ പഴമെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. ബനാന ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. അടുത്തതായി ഇതിനകത്തോട്ട് പാല് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ബൂസ്റ്റാണ് ഒരു കവർ ബൂസ്റ്റ് നമുക്ക് ഇടാം. കാരണം നമുക്ക് ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ഒരു കവർ ബൂസ്റ്റ് ഇതിനകത്തോട്ട് ഇടുകയാണ്. പിന്നെ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പഞ്ചസാര. ഇത് 1/4 കപ്പ് പഞ്ചസാര ഉണ്ട്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് വാനില എസൻസ്, ഒരു തുള്ളി മതി, ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു തുള്ളി വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പോയി മിക്സിയിൽ ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. നമുക്കിനി അത് ഉണ്ടാക്കിയ മിൽക്ക് ഷേക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അതിനു മുമ്പ് ഒരു ഡെക്കറേഷൻ ഒരു ടെക്നിക്കാണ്. ആദ്യം ഡെക്കറേറ്റ് ചെയ്യുന്ന ഗ്ലാസ് എടുക്കുക. ഗ്ലാസ് എടുത്തതിന് ശേഷം ഒരു ചെറിയൊരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഗ്ലാസിൻ്റെ സൈഡിലോട്ട് വെതറി കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഗ്ലാസിൻ്റെ സൈഡിലോട്ട് നന്നായിട്ട് ഇങ്ങനെ വെതറി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ്സിലാണ് ഇത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ 3 ഗ്ലാസിൻ്റെയും സൈഡിൽ നല്ല വൃത്തി ഇത് നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വിതറി കൊടുക്കണം. നമുക്കിനി ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. കണ്ടില്ലേ? ഇപ്പോൾ അത് കുറച്ച് വെറൈറ്റി ആയിട്ട് പ്ലെയിൻ ഗ്ലാസ്സിൽ ഒഴിക്കുന്നതിനേക്കാളും കുറച്ച് നല്ല ഭംഗിയിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത് കുറച്ചുകൂടി നന്നായിട്ട് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ആ ബൂസ്റ്റ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പം
ഇത്തരത്തിൽ നമുക്ക് ഗ്ലാസ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഗ്ലാസ്സിൽ നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഷേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാവരും ഇത് കഴിക്കാൻ പോവുകയാണ്. കാശി എങ്ങനെയുണ്ട്? കൊള്ളാമോ? തനു കൊള്ളാമോ? കഴിച്ചു നോക്ക്. കളയരുതേ, കളയാതെ കഴിച്ചു നോക്ക്. അവന് കൊടുത്തു നോക്ക് കാശി കുറച്ച്. കൊള്ളാമോ? സൂപ്പർ ആയിട്ടുണ്ടോ? ഹലോ, നമുക്ക് ഇനി ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കൊള്ളാം. അപ്പം ഇതിനകത്ത് നമ്മൾ നട്ട്സ് ഒന്നും ഇട്ടില്ല എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ വായിലൊക്കെ എന്തോ പറ്റിയെന്നാണ് എൻ്റെ മോൻ പറഞ്ഞത്. അപ്പം ഇതിനകത്ത് നമ്മൾ നട്ട്സ് ഒന്നും ഇട്ടില്ല എങ്കിലും നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് കപ്പലണ്ടിയൊക്കെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇതെൻ്റെ മോനാണ് വീഡിയോ എടുത്തത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ.